പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച കേട്ട വിശുദ്ധൻ ആരാണെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വിൻസെന്റ് പള്ളോട്ടി. അപ്പോൾ കഴിഞ്ഞ 3 ആഴ്ച നമ്മൾ വിശുദ്ധന്മാരെയാണ് കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ ആഴ്ച നമ്മളൊരു വിശുദ്ധയെ പറ്റി കേൾക്കുകയാണ്. വിശുദ്ധ ബ്രിജിറ്റ്. വിശുദ്ധ ബ്രിജിറ്റ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് 2 വിശുദ്ധരുണ്ട്. തിരുസഭയിൽ ഔദ്യോഗികമായിട്ട് വണക്കത്തിനായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്ന 2 വിശുദ്ധകളുണ്ട്. ഒന്ന് വിശുദ്ധ ബ്രിജിറ്റ് ഓഫ് അയർലൻഡിന്റെ മധ്യസ്ഥയാണ്. വിശുദ്ധ പാട്രിക് ആണ് അയർലൻഡിന്റെ മധ്യസ്ഥൻ. ഈ വിശുദ്ധ അയർലൻഡിന്റെ മധ്യസ്ഥയാണ്. രണ്ടാമത്തത് വിശുദ്ധ ബ്രിജിറ്റ് ഓഫ് സ്വീഡൻ. ആദ്യത്തെ ആള് 4-ാം നൂറ്റാണ്ടിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു. രണ്ടാമത്തെ ആള് 14-ാം നൂറ്റാണ്ടിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു. 10 നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ട്. പക്ഷെ രണ്ടുപേരും ദൈവോന്മുഖമായിട്ട് ജീവിച്ച വ്യക്തികളാണ്. രണ്ടുപേരുടെയും ജീവിതം വിശുദ്ധമായിരുന്നു. രണ്ടുപേരും രാജകുമാരിമാരായിരുന്നു. രണ്ടുപേരും അനിതര സാധാരണമായ ഭക്തിയും പാപങ്ങളോടുള്ള കരുണയും കാണിച്ച വ്യക്തികളാണ്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് വിശുദ്ധ ബ്രിജിറ്റ് ഓഫ് സ്വീഡനെ പറ്റിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഒരുപക്ഷെ യേശുവിന്റെ പീഡാനുഭവത്തെ പറ്റി, യേശുവിന്റെ തിരുമുറുകളെ പറ്റി ഏറ്റവും കൂടുതൽ ആഴത്തിൽ ധ്യാനിച്ച അല്ലെങ്കിൽ വെളിപ്പെടുത്തി കൊടുക്കപ്പെട്ട ഒരു വിശുദ്ധയാണ് വിശുദ്ധ ബ്രിജിറ്റ്. 1999 വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഈ വിശുദ്ധയെ യൂറോപ്പിന്റെ മുഴുവൻ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഓൺലൈനിൽ കേൾക്കുന്ന വിദേശത്തുള്ള സഹോദരന്മാരും സഹോദരിമാരും ഓർക്കണം, യൂറോപ്പിന്റെ മുഴുവൻ മധ്യസ്ഥയാണ് വിശുദ്ധ ബ്രിജിറ്റ്. നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെ വിഷമങ്ങളിൽ, സങ്കടങ്ങളിലൊക്കെ വിശുദ്ധ ബ്രിജിറ്റിനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ആ മധ്യസ്ഥ ഇറങ്ങി വന്ന്, ആ വിശുദ്ധ ഇറങ്ങി വന്ന് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളിൽ വേണ്ട ശ്രദ്ധ പുലർത്തും എന്നൊറപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, 1303 14-ാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ ജനിക്കുന്നത്. ഒരു പ്രഭു കുടുംബത്തിലാണ് ജനിച്ചത്. വിശുദ്ധ ജനിച്ച് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വിശുദ്ധയുടെ അമ്മ മരിച്ചുപോയി. അപ്പം അമ്മായിയാണ് ഈ കുട്ടിയെ വളർത്താനായിട്ട് ഏൽപ്പിക്കപ്പെട്ടത്. വളരെ നല്ല ഭക്തിയായ കുലീനയായ ഒരു സ്ത്രീയായിരുന്നു ഈ അമ്മായി. പക്ഷെ 2 വയസ്സ് വരെ കുട്ടിക്ക് സംസാരശക്തി ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും വളരെ സങ്കടപ്പെട്ടു, കുട്ടിക്ക് സംസാരശക്തി ഇല്ല. അപ്പം പിന്നീട് ഭാവിയിൽ രാജകുടുംബത്തിലോ പ്രഭു കുടുംബത്തിലോ എന്തെങ്കിലും ഭരണം ഏൽപ്പിക്കപ്പെടുമ്പോൾ സംസാരിക്കാത്ത ഒരാൾ എങ്ങനെ ചെയ്യും? അതിനെ ഓർത്ത് അമ്മായി വിഷമിച്ചു. അപ്പോൾ അവർ നിരന്തരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു ഈ കുഞ്ഞിന്റെ സംസാരശക്തിക്ക് വേണ്ടി. ഏകദേശം 3 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ദിവസം അവരുടെ കുടുംബത്തിൽ പ്രാർത്ഥന നടന്നിരിക്കുകയായിരുന്നു. ദൈവജനനിയുടെ തിരുനാളിന്റെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ കുട്ടി സംസാരിച്ചു. ദൈവസ്തുതികളാണ് പാടിയത്. എല്ലാവരും അത്ഭുതപ്പെട്ടു. സ്നാപകൻ ജനിച്ചപ്പോഴത്തേക്ക് ഊമയായിരുന്ന സഖറിയ സംസാരിച്ചതുപോലെ ഈ കുട്ടി സംസാരിച്ചപ്പോഴത്തേക്ക് ആളുകൾ ചോദിച്ചു, ഈ കുട്ടി ആരായി തീരും? ഈ കുട്ടി മഹാറാണിയായി തീരുമോ? ഈ കുട്ടി വിശുദ്ധയായി തീരുമോ? ഈ കുട്ടി സന്യാസിനിയായി തീരുമോ? ആരായിത്തീരും? എന്തായാലും ഈ കുട്ടിയെ പറ്റിയുള്ള ഒരു സംസാരം ആ നാട്ടിലെങ്കിൽ ഈ കുട്ടി പിന്നീട് എന്തെങ്കിലുമൊക്കെ ആയിത്തീരും എന്നുള്ളൊരു വിശ്വാസം ചെറുപ്പത്തിൽ തന്നെ ആൾക്കാർക്കുണ്ടായിരുന്നു. വിശുദ്ധ ബ്രിജിറ്റിന്റെ ബാല്യം, ഭക്തിയുടെ ബാല്യം, പ്രാർത്ഥനയുടെ ബാല്യം, അനിതര സാധാരണമായ സ്നേഹത്തിന്റെയും കരുണയുടെയും കരുതലിന്റെയും ബാല്യം, അങ്ങനെ നല്ലൊരു ബാല്യമായിരുന്നു കുട്ടിക്കുണ്ടായിരുന്നത്. ഈ അമ്മായി എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ കുട്ടിയുമായിട്ട് രോഗികളായിരിക്കുന്നവരുടെ വീടുകളിലേക്ക് പോകും. അവിടെ പോയി അവരോട് സംസാരിക്കും, അവരെ ശുശ്രൂഷിക്കും, അവരുടെ മുറിവുകൾ വെച്ച് കിട്ടും. അപ്പൊ ചെറുപ്പം മുതലേ കണ്ടു വളരുന്ന, അല്ലെങ്കിൽ ഈ വിശുദ്ധ കാണുന്ന രീതി മറ്റുള്ളവരെ സഹായിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരു പ്രകൃതമാണ് അവർ കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളർന്നു വരുമ്പോഴത്തേക്ക് കൂടുതൽ ആ മേഖലയോടൊരു ചായ്വ് വെക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ദരിദ്രന്റെ നിലവിളിക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരും, അതാരും കേൾക്കുകയില്ല. അപ്പൊ നമ്മുടെ കൂടെയുള്ള ദരിദ്രന്റെ നിലവിളിക്ക് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം, വീട്ടിൽ ജോലി ചെയ്യുന്നവരാകാം, ആരായിക്കൊള്ളട്ടെ, അപ്പൊ അങ്ങനെയുള്ളവരോട് അവരുടെ നിലവിളിക്ക് അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾക്ക് നമ്മൾ കുറച്ച് ചെവി കൊടുത്തില്ലെങ്കിൽ പിന്നീട് നമ്മളും കരയേണ്ടി വരും. അപ്പൊ നമ്മളെയും ആരും ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ വിശുദ്ധ ബ്രിജിറ്റ് അമ്മായിയുടെ നല്ല മാതൃക കണ്ട് വളർന്നു. ഏകദേശം 10 വയസ്സുള്ളപ്പോൾ അവരുടെ അടുത്ത ഇടവകപ്പള്ളിയിൽ ഒരു പ്രാർത്ഥന, ഒരു ധ്യാനം നടന്നു. 3 ദിവസത്തെ ധ്യാനമാണ്. തീക്ഷ്ണമതിയായ ഒരു സന്യാസി
ഉപവാസത്തിലും തപശ്ചര്യകളിലും പ്രാർത്ഥനയിലും വേരൂന്നിയൊരു ഒരു സന്യാസി അവിടെ വന്ന് യേശുവിൻ്റെ തിരുമുറിവുകളെ പറ്റി പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വചനം പറഞ്ഞു കൊടുക്കുകയാണ്. 3-ാം ദിവസം പ്രാർത്ഥിച്ചത് പീഡാനുഭവത്തെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, ആധ്യാത്മിക ജീവിതത്തിൽ മുന്നോട്ട് ഉന്നതി ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധ്യാനിക്കാവുന്ന ഒരു വിഷയമാണ് യേശുവിൻ്റെ പീഡാനുഭവം. ഒരു തെറ്റും ചെയ്യാത്ത കർത്താവ് ഇത്രയും, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളോട് നമ്മുടെ വേദനകളെ, ചെറിയ ചെറിയ വേദനകളെ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വേദനകൾ ഒന്നുമല്ലാതായി തീരുമെന്ന്. ഒരു കാര്യവും ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും അടികൊണ്ട് ഇത്രയും എത്രയും ക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ട കർത്താവിൻ്റെ ഈ വേദനയോട് നമ്മുടെ ചെറിയ വാക്കുകളുള്ള വേദന, അല്ലെങ്കിൽ ചെറിയ അസുഖങ്ങൾ, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ചേർത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ അസ്വസ്ഥതകളൊക്കെ ദൂരെ പോകും. അപ്പം അങ്ങനെയാണ് ഈ കുട്ടി 3-ാമത്തെ ദിവസം പീഡാനുഭവത്തെ പറ്റിയുള്ള ശക്തമായ പ്രഘോഷണം. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ മേല, ഉറങ്ങാൻ മേല, വെള്ളം കുടിക്കാൻ മേല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ പീഡാനുഭവം ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് ആഴത്തിൽ പതിഞ്ഞു. വിശുദ്ധ വീട്ടിൽ വന്നിരുന്ന് ഇതിനെ ഓർത്ത് ധ്യാനിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ഒരു ദർശനം വിശുദ്ധയ്ക്ക് കുഞ്ഞായിരിക്കുമ്പോൾ 10 വയസ്സുള്ളപ്പോൾ കിട്ടി. അപ്പോൾ ചോദിച്ചു, കർത്താവ് ഇത് ആരെങ്ങനെയൊക്കെ ചെയ്തു താങ്ങി? അപ്പോൾ പറഞ്ഞു, എന്നോട് സ്നേഹമില്ലാത്തവരും എനിക്കെതിരെ നിൽക്കുന്നവരും പാപികളുമായ ആൾക്കാരുടെ വേദനകളാണ് ഞാൻ ഏറ്റെടുത്തത്. അങ്ങനെ തീരുമാനിച്ച അന്ന് ഇനി മുതൽ യേശുവിനെ ഒരു കാരണവശാലും ഞാൻ വേദനിപ്പിക്കുകയില്ല എന്ന്. അങ്ങനെ ഈ വിശുദ്ധ യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ പറ്റി ആഴത്തിൽ ധ്യാനിച്ചു. പിന്നീട് ഈ വിശുദ്ധയ്ക്കാണ് യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ, യേശു എത്ര അടി കൊണ്ട് എന്നാർക്കെങ്കിലും അറിയാമോ? കേട്ടിട്ടുണ്ടോ? 5480 അടി കൊണ്ടതായിട്ട് പിന്നീട് ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, വിശുദ്ധയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ചെറുപ്പത്തിൽ തന്നെ ഈ പീഡാനുഭവത്തിൻ്റെ വളരെ ആഴത്തിലുള്ള ചിത്രം വിശുദ്ധയുടെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ട് തൻ്റെ വേദനകളെല്ലാം പീഡാനുഭവത്തോട് ചേർത്ത് വെച്ചാണ് വിശുദ്ധ വായിച്ചിരുന്നത്. അത് കഴിഞ്ഞു ഏകദേശം 14 വയസ്സായപ്പോഴത്തേക്ക് ആ നാട്ടിലെ നടപ്പനുസരിച്ച് കല്യാണപ്രായമെത്തി. അപ്പോൾ നല്ലൊരു വളരെ സൗകുമാര്യമുള്ള സുന്ദരിയായ ഈ ചെറുപ്പക്കാരിക്ക് ഒത്തിരിയേറെ ആലോചനകൾ വന്നു. എന്നാലും സ്വീഡനിൽ തന്നെയുള്ള ഒരു പ്രഭു കുടുംബത്തിൽ നിന്ന് കുലീനനായ ഒരു മനുഷ്യൻ, ഉൾഫ് രാജകുമാരൻ, അവളെ കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ തന്നെ അവർ തീരുമാനിച്ചു, ഒരു 20 വർഷത്തിന് ശേഷം നമുക്ക് ധാരാളം മക്കളുണ്ടാവണം, ഏകദേശം 20 വർഷത്തോളം ഇങ്ങനെ ഒരുമിച്ച് കഴിയണം. 20 വർഷം കഴിഞ്ഞ് അന്നത്തെ രീതി അനുസരിച്ച് വിരക്ത ജീവിതം, രണ്ടുപേരും രണ്ട് രീതിയിൽ ജീവിക്കണം, നമുക്ക് വളരെയധികം തീർത്ഥയാത്രകൾ പോകണം. അങ്ങനെയൊക്കെ ചിന്തിച്ച് അവർ ജീവിതം മുന്നോട്ട് പോയി. നല്ല ജീവിതമായിരുന്നു, മാതൃകാ കുടുംബം. ഏകദേശം 8 മക്കളുണ്ടായി. അപ്പോൾ ചെന്ന കുടുംബത്തിലെ ജോലിക്കാർക്കും നാട്ടുകാർക്കും ഒക്കെ വിശുദ്ധ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയുള്ള ജോലിക്കാരുടെ കാര്യത്തിലും വീട്ടുകാരുടെ കാര്യത്തിലും ഒക്കെ ദത്ത ശ്രദ്ധയായിരുന്നു വിശുദ്ധ. അതിനുശേഷം അവിടുന്ന് അവൾക്ക് 8 മക്കളുണ്ടായി, 4 ആണും 4 പെണ്ണും. വിശുദ്ധ കാതറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വിശുദ്ധയുടെ മകളാണ് വിശുദ്ധ കാതറിൻ. ഇപ്പം 4 ആണിലും 4 പെണ്ണിലും ആദ്യത്തെ 2 കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ ബാലമരണങ്ങൾ ഒത്തിരിയുള്ള കാലഘട്ടമാണത്. ഒത്തിരിയേറെ ആളുകൾ മരിച്ചുപോകും. പക്ഷേ ഒത്തിരിയേറെ പ്രാർത്ഥനയും ശ്രദ്ധയും കരുതലും കൊണ്ട് കുട്ടികൾ മരിച്ചു പോകാതെ 2 കുട്ടികളെ മരിച്ചോളൂ. ബാക്കി എല്ലാവരെയും അങ്ങനെ വളർത്തിയെടുക്കുവാനായിട്ട് വിശുദ്ധയ്ക്ക് സാധിച്ചു. ഇങ്ങനെ വളർന്നു വന്നപ്പോഴത്തേക്ക് വിശുദ്ധയ്ക്ക് ഭയങ്കരമായ ആഗ്രഹമാണ് ഈ പാവങ്ങളെ സഹായിക്കുക, രോഗികളോട് കരുതൽ കാണിക്കുക, അവരെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ ആ നാട്ടിലെ ഒരു മോശം ജീവിതം നയിച്ചൊരു സ്ത്രീ രോഗിയായി, ദരിദ്രയായി, അനാഥയായി തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ദേഹം മുഴുവൻ വ്രണമാണ്, ആരും നോക്കാനില്ല. അപ്പോൾ ഈ വിശുദ്ധ ഇവളെ സഹായിക്കുവാനായിട്ട് ചെന്നു. നാട്ടുകാരെ മുഴുവൻ തെറി പറഞ്ഞ് നാട്ടുകാരോട് മുഴുവൻ ബഹളമുണ്ടാക്കി കഴിഞ്ഞിരുന്നൊരു സ്ത്രീ ആവുന്ന കാലത്ത് മോശം ജീവിതം നയിച്ച് ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ആരോരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം. കാണാൻ കൊള്ളാകുമ്പോൾ, തൊലി ചുളിയാത്തപ്പോൾ, സൗന്ദര്യമുള്ളപ്പോൾ ആൾക്കാർ നമ്മളെ ഒത്തിരിയേറെ നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ എപ്പോഴെങ്കിലും നമുക്ക് അസുഖം വരികയോ നമ്മുടെ തൊലി ചുളിയുകയോ നമ്മളെ കാണാൻ കൊള്ളാതാവുകയോ ഉപകാരമില്ല എന്ന് നമ്മളെ കൊണ്ട് തോന്നുകയോ രോഗികളായി തീരുകയോ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളെ ഉപേക്ഷിക്കും. അങ്ങനെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ഈ സ്ത്രീയെ സഹായിക്കാനായിട്ട് വിശുദ്ധ മുന്നോട്ട് വരുന്നു. എല്ലാവരും അതിനെ എതിർത്തു. പലരും പറഞ്ഞു, രാജകുമാരനോട് പറഞ്ഞു, നിന്റെ ഭാര്യ എന്താണ് ചെയ്യുന്നത്? അവൾക്ക് വേറെ അസുഖമാണോ? അവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കണ്ടമാനം പിന്തിരിപ്പിക്കാനായിട്ട് മോശം വാക്കുകൾ കൊണ്ട് ഇവളെ ഉപദ്രവിക്കാനും ശ്രമിച്ചു. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ഈ ശുശ്രൂഷിക്കാൻ ചെല്ലുന്ന സ്ത്രീ പോലും അവളെ ആദ്യം കുറേ നാൾ തെറി പറഞ്ഞു. പക്ഷെ അതെല്ലാം വകവയ്ക്കാതെ അവൾ നിരന്തരമായിട്ട് ഇവളെ പോവുകയും പരിചരിക്കുകയും ശ്രദ്ധാപൂർവം അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവളെ ശുശ്രൂഷിക്കുകയും ചെയ്തു. അതിൻ്റെയൊക്കെ അവസാനം ഈ സ്ത്രീ മാനസാന്തരപ്പെട്ട് കൂദാശകളൊക്കെ സ്വീകരിച്ച് നല്ല മരണം പ്രാപിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് നല്ല ഒരു പരിപാടി ആരംഭിച്ചാലും ആദ്യമൊക്കെ ആളുകൾ സംശയത്തോടെ തന്നെ കാണുകയും അതിനെ എതിർക്കുകയും ചെയ്യും. പക്ഷെ അപ്പോൾ നമ്മൾ പിടിവിട്ട് കളയരുത്. നമ്മുടെ ആധ്യാത്മിക ജീവിതം അങ്ങനെ തന്നെയാണ്.
നമ്മൾ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാരും ബന്ധുക്കളൊക്കെ പറയും ഇത് തുടങ്ങിയിട്ടുണ്ട് അവള്, അല്ലെങ്കിൽ ധ്യാനത്തിന് പോയിട്ട് വന്ന് ഇങ്ങനെയായി, അല്ലെങ്കിൽ അവൻ എങ്ങനെയായെന്നൊക്കെ പറയും. പക്ഷെ ആളുകൾ പറയുന്നത് കേട്ടോണ്ടോ ഇതിലും ഭേദം മറ്റേ ജീവൻ തന്നെയായിരുന്നു ഓർത്ത് നമ്മൾ മാറിപ്പോകരുത്. കാരണം ശ്രദ്ധാപൂർവ്വം ജീവിച്ചാൽ നമുക്ക് നിത്യകിരീടം കർത്താവ് തരും. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ജീവിത നവീകരണം നമ്മൾ വിട്ടുകളയാൻ പാടില്ല. ആളുകളല്ല പറയുന്നത്, മറ്റുള്ളവരല്ല, കർത്താവും നമ്മളൊരു ഉടമ്പടിയാണത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിത നവീകരണം ആരംഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആരംഭിച്ചത് ജീവിത നവീകരണം കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ആരെന്തു പറഞ്ഞാലും എൻ്റെ കർത്താവിന് എന്നെ അറിയാം, ഞാൻ അതനുസരിച്ച് ജീവിക്കും, അതാണ് എൻ്റെ ജീവിത വഴി എന്ന് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് വേണ്ടുന്ന ശക്തിയും കൃപയും കർത്താവ് നൽകും. അതുകൊണ്ട് ആളുകളെ എന്തു പറയുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ പരിഗണിക്കുകയേ വേണ്ട. അങ്ങനെ അവൾ മുന്നോട്ട് പോയി, വളരെ ശക്തമായിട്ട് അവളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ അവൾ മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് തോന്നി ഒരു ആശുപത്രി വെച്ചാൽ കൊള്ളാം. കാരണം അന്നത്തെ കാലത്ത് ആശുപത്രി ഉണ്ട്, പക്ഷേ വളരെ ധനികരായ ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ചില ശുശ്രൂഷ മേഖലകളാണത്. പാവപ്പെട്ടവനൊക്കെ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ആരും നോക്കാനില്ലാത്ത കാലഘട്ടം. അങ്ങനെ ഇരിക്കെ ഭർത്താവിനോട് തൻ്റെ ആഗ്രഹം പറയുന്നു, ആത്മീയ ഉപദേഷ്ടാവിനോട് പറയുന്നു. ഇവർക്ക് എല്ലാവർക്കും ഒരു ആത്മീയ ഉപദേഷ്ടാവുണ്ട്, അവരുടെ ഇഷ്ടമനുസരിച്ച് അല്ല, അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആത്മീയ ഉപദേഷ്ടാവ് പറഞ്ഞു, ഇപ്പോൾ നീ ഒന്നും ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യും, പ്രാർത്ഥിക്കും, കാര്യങ്ങൾ ക്രമമായിട്ട് ഉചിതമായിട്ട് ക്രമപ്പെടുത്തി കർത്താവ് തരും. അങ്ങനെ ഈ വിശുദ്ധ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വത്തിൽപ്പെടുന്ന ഒരു സ്ഥലവും ഒരു വീടും കൂടെ ഇവൾക്ക് കൊടുത്തു, ആശുപത്രി ഉണ്ടാക്കാനായിട്ട്. വളരെ വലിയ കെട്ടിടം. പക്ഷേ അത് നന്നാക്കി എടുക്കാനായിട്ടും അത് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് വളരെയധികം ജോലിയാണ്, ആരും സഹായിക്കാനില്ല. പക്ഷേ കർത്താവിനുള്ള സ്നേഹത്തെ പ്രതി അവൾ ആ ജോലി ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മകളുണ്ട് കാതറിൻ, പല മക്കളുണ്ട്. അതൊരാൾ വിശുദ്ധയുടെ ഇഷ്ടമനുസരിച്ച് വിശുദ്ധയുടെ മാർഗത്തിൽ ചരിക്കുന്ന രണ്ടാമത്തെ മകൾ കാതറിൻ അമ്മയെ സഹായിച്ചുകൊണ്ട് അവരൊരുമിച്ച് ഈ ആശുപത്രിയുടെ ജോലിക്കായിട്ട് മുന്നോട്ട് പോവുകയാണ്. അത് വളരെ നന്നായിട്ട് ഇത് കണ്ട് ഒത്തിരിയേറെ ആൾക്കാർ ഇൻസ്പയർഡായി. ആ നാട്ടിലെ ഒത്തിരിയേറെ ചെറുപ്പക്കാരികൾ വന്ന് ഇവളുടെ കൂടെ താമസിക്കുവാനായിട്ടും ഇവളുടെ ജീവിത വഴികൾ പിൻചെല്ലുവാനായിട്ട് ഇവളെ അനുഗമിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞൊരു 10-15 വർഷം 20 വർഷത്തോളം കഴിഞ്ഞ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും കൂടെ പരിശുദ്ധ അമ്മയുടെ കമ്പോസ്റ്റല്ല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് തീർത്ഥയാത്ര പോവുകയാണ്. നമ്മൾ തീർത്ഥയാത്ര പോകുന്ന പോലെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ബാഗൊക്കെ എടുത്ത് പോകുന്ന തീർത്ഥയാത്രയല്ലത്. തീർത്ഥയാത്ര പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ചില ചിട്ടകളുണ്ട്, ചില ശീലങ്ങളും ചില രീതികളും ഒക്കെയുണ്ട്. കുമ്പസാരിക്കണം, പാപങ്ങൾ ഏറ്റു പറയണം, ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കണം, പിന്നെ ദാനധർമ്മം ചെയ്യണം. കാൽനടയായിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷെ ഇപ്പോഴത്തെ തീർത്ഥയാത്രയുടെ രീതികളും രൂപഭാവങ്ങളും ഒക്കെ മാറി. അപ്പം അങ്ങനെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് വളരെ നാൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് അവർ ഈ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ച് അതിനുശേഷം തിരിച്ചു വരുമ്പോഴത്തേക്ക് ശൈത്യത്തിൽ ഇവളുടെ ഭർത്താവിന്, ഈ വിശുദ്ധയുടെ ഭർത്താവിന് അസുഖം പിടിക്കുകയും തദ്വാര അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. വിധവയായി. ഉണ്ടായിരുന്ന സഹായം ഭർത്താവ് പോയി. ഇനി എന്ത് ചെയ്യും? അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ മോശമായിട്ട് പറയാനുള്ള ഒരു സാഹചര്യമായി. കാരണം ഇവരുടെ സോഷ്യൽ ആക്ടിവിറ്റീസും. എന്നാൽ ഒരു വിധവയുടേതായ രീതിയിലുള്ള രീതിയൊന്നുമല്ല. ഇവർ വളരെ പ്രസന്നയാണ്, പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം, അവരുടെ മുഖത്തൊരു പ്രകാശം, ഒരു ചൈതന്യം ഉണ്ടാകും. അപ്പം അല്ലാതെ ഇങ്ങനെ കരഞ്ഞ് കൂവി അങ്ങനെയൊന്നുമല്ല. അപ്പം ഈ വിശുദ്ധ ഒരു വിധവയാണെങ്കിലും അങ്ങേയറ്റം സ്നേഹത്തോട് കർത്താവിനോടുള്ള ബന്ധത്തോടുള്ള ആഴത്തിൽ മുന്നേറി കർത്താവിനുമായിട്ട് ബന്ധത്തിന് വിഘാതമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇവർ മാറ്റി നിർത്തി കൂടുതൽ ധ്യാനവും കൂടുതൽ പ്രാർത്ഥന, കൂടുതൽ പരിത്യാഗം, കൂടുതൽ ഉപവാസം, അങ്ങനെ ശക്തമായിട്ട് കർത്താവുമായിട്ടുള്ള സ്നേഹത്തിൽ, ദൈവമായിട്ടുള്ള സ്നേഹത്തിൽ മുന്നേറി. ഒരു കാര്യം എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അത് കർത്താവിൻ്റെ പീഡാനുഭവമാണ്. ഈ പാവങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ടും രോഗികളെ ഏറ്റെടുക്കുവാനായിട്ടും ഒക്കെ നടന്ന് പല വീടുകളിലും കയറി ഇറങ്ങി. അന്നത്തെ സാമൂഹ്യാവസ്ഥ അത്ര നല്ലതല്ലായിരുന്നു. അതിന് ബഹളങ്ങൾ, കലഹങ്ങൾ, അല്ലെങ്കിൽ അധാർമികമായ ജീവിതങ്ങൾ, മൂല്യച്യുതികൾ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് മോശം ജീവിതം നയിക്കുന്ന സ്ത്രീകളുടെ വീട്ടിലൊക്കെ ചെന്ന് അവരോട് പറയും, നിങ്ങൾ നല്ലതായിട്ട് വരണം. കർത്താവിൻ്റെ സ്നേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് പലപ്പോഴും പലരും അതിനെപ്പറ്റി മോശമായിട്ടാണ് വിചാരിച്ചത്. അങ്ങനെ പല വീടുകളിൽ കയറി വിളിക്കുമ്പോഴത്തേക്ക് അവർ ഈ സ്ത്രീയെ പറ്റി, അതായത് വിശുദ്ധയെ പറ്റി മോശമായിട്ട് പറയാൻ തുടങ്ങി. അപ്പോൾ അതിലൊരു മാന്യൻ പറഞ്ഞു, നീ കുമ്പസാരിക്കണം, അല്ലെങ്കിൽ നീ നരകത്തിൽ പോകും. കാരണം മോശം നയിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. കാര്യം അറിഞ്ഞില്ല, കാര്യം അറിയാനുള്ള താല്പര്യമില്ല, കാര്യം അറിയാനുള്ള ശ്രമിക്കുന്നുമില്ല. പക്ഷെ ആളുകളെ വിധിക്കാനുള്ള തത്രപ്പാടാണ്. പക്ഷെ അത് കേട്ട് വിശുദ്ധ പിന്നോട്ട് പോയില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, പലപ്പോഴും ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നാൽ ഈ ജീവിത രീതി ഉപേക്ഷിച്ചേക്കാമെന്ന് വെച്ചിട്ടാണ് ആളുകൾ പോകുന്നത്. പക്ഷെ വിശുദ്ധ പറഞ്ഞു, ശരി, ഞാൻ കുമ്പസാരിച്ചേക്കാം. അന്ന് തുടങ്ങി ഈ വിശുദ്ധ അതിന് കാര്യമോ കാരണമോ ഒന്നും പറയാതെ അദ്ദേഹം പറഞ്ഞ കാര്യം കുമ്പസാരിക്കണമെന്ന് പറഞ്ഞത് മനസ്സാ സ്വീകരിച്ച് അന്ന് മുതൽ അടുത്ത 40 വർഷക്കാലം ജീവിച്ചിരുന്ന എല്ലാ ദിവസവും കുമ്പസാരിച്ചു. കുമ്പസാരത്തെ വളരെ ഗൗരവമായിട്ടാണ് ഇവർ കണ്ടത്.
പക്ഷെ അങ്ങനെ കുമ്പസാരത്തെ ഗൗരവമായിട്ട് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? ജീവിതത്തിൽ ഒത്തിരിയേറെ വെളിപാടുകൾ, ദർശനങ്ങൾ, കർത്താവിന്റെ സ്നേഹമൊക്കെ ഈ വിശുദ്ധയുടെ ജീവിതത്തിലേക്ക് ഉണ്ടായി. അങ്ങനെ യേശുവിന്റെ പീഡാനുഭവങ്ങളെ പറ്റി, തനിക്ക് കിട്ടുന്ന പേരുദോഷങ്ങളെ, തനിക്ക് കിട്ടുന്ന മാനക്കേടുകളെയൊക്കെ യേശുവിന്റെ വ്യഥയോട്, യേശുവിന്റെ പീഡാനുഭവങ്ങളോട് ചേർത്ത് വെച്ച് ഈ വിശുദ്ധ പ്രാർത്ഥിച്ചു. ഒത്തിരിയേറെ ദർശനങ്ങൾ അവർക്ക് കിട്ടി. അപ്പം 8 മക്കളാണെന്ന് പറഞ്ഞു. അതിലൊരു മകളാണ് കാതറിൻ. കാതറിൻ എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കാതറിൻ രോഗിയായ എഗേഴ്സൺ എന്ന് പറഞ്ഞൊരു മകനെ കല്യാണം കഴിച്ചു. നിത്യകന്യകയായിട്ട് തന്നെ ജീവിച്ചു. ഈ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈ മകള് അമ്മയുടെ കൂടെ തന്നെ ജീവിച്ചു. വളരെ കുറച്ച് ഭക്ഷിച്ച്, വളരെ കുറച്ച് സംസാരിച്ച്, വളരെയധികം പ്രാർത്ഥിച്ച് ഈ അമ്മയും മകളും കൂടെ സ്വസ്ഥമായിട്ട് ജീവിച്ചു. അതിനുശേഷം അവരൊരു മഠം സ്ഥാപിക്കാൻ തീരുമാനിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സ്ത്രീകൾ ഇവരുടെ ജീവിത രീതി കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് ഇവരോടൊന്ന് പറയുകയാണ്, ഞങ്ങളും നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യമൊക്കെ അവർ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തില്ല. പക്ഷെ ഒത്തിരി പേർ വന്നപ്പോഴത്തേക്ക് ഇവർ തീരുമാനിച്ചു, ശരിയാണല്ലോ, ഈ മറ്റു സ്ത്രീകളെയും വിശുദ്ധിയിലേക്കുള്ള വഴിക്ക് നയിക്കുവാനായിട്ട് അവർ ഒരു മഠം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ആ മഠത്തിന്റെ പ്രധാന ചിട്ട എന്ന് പറഞ്ഞത് മൗനമാണ്. അധികം സംസാരിക്കത്തില്ല. ഏതാണ്ട് മിണ്ടാമഠം പോലെ മിണ്ടാതെ ആളുകളെ കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ ശുശ്രൂഷിക്കുക, കൂടുതൽ പ്രാർത്ഥിക്കുക. അങ്ങനെ മിണ്ടാമഠം പോലെ ഒരു മഠം ഇവർ സ്ഥാപിക്കുന്നു. കൂടുതൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒത്തിരിയേറെ മഠങ്ങൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ പിന്നെ ഒരു തീർത്ഥയാത്ര വീണ്ടും പലസ്തീനയിലേക്ക് പോകാനായിട്ട് ഇവർ തീരുമാനിക്കുന്നു. തീർത്ഥയാത്ര അവിടെ ഗാഗുൽത്തായിലും ഗത്സമനിയിലും പ്രത്തോറിയത്തിലുമൊക്കെയാണ് ഈ വിശുദ്ധ പോയി കൂടുതൽ പ്രാർത്ഥിച്ചത്. യേശുവിനെ അടിച്ച സ്ഥലം, യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം, യേശു അടക്കപ്പെട്ട സ്ഥലം, അവിടെയെല്ലാം പോയി പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക്, കർത്താവേ, നിന്റെ പീഡാനുഭവം എൻ്റെ ഹൃദയത്തിലും കൂടെ തരണമേ, അല്ലെങ്കിൽ നിന്റെ പീഡാനുഭവത്തെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന നിരന്തരമായ പ്രാർത്ഥനയോടുകൂടിയാണ് ഈ വിശുദ്ധ പോയത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 15 O's എന്നൊരു പ്രാർത്ഥന. അതായത് നിരന്തരമായിട്ട് പീഡാനുഭവം വെളിപ്പെടുത്തി തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം, നീ വെയിറ്റ് ചെയ്യ്, ഒരു കാര്യം ചെയ്യ്. ഓരോ പീഡാനുഭവത്തെ ഓർത്തുകൊണ്ട് 15 സ്വർഗസ്ഥനായ പിതാവേയും 15 നന്മറിഞ്ഞവരെയും ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഓരോ പീഡാനുഭവത്തിനും പരിഹാരമായിട്ട്, ഓരോ ക്ഷതത്തിനും പരിഹാരമായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ആരംഭിച്ചു. അതാണ് 15 O's, അവർ ഫാദർ എന്നുള്ള പ്രാർത്ഥനയാണ് 15 O's. അങ്ങനെയാണ് ആദ്യമൊക്കെ അവർ പ്രാർത്ഥിച്ചു. പിന്നീട് ആ കാലഘട്ടത്തിലും പിന്നീടുള്ള കാലഘട്ടത്തിലും ഈ 15 O's എന്ന പ്രാർത്ഥന, 15 സ്വർഗസ്ഥനായ നന്മറിഞ്ഞ പ്രാർത്ഥന പ്രചാരം നേടി. ആ നാട്ടിൽ വളരെ പ്രശസ്തമായി. അങ്ങനെ യേശുവിന്റെ പീഡാനുഭവത്തോടുള്ള ഭക്തി ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്തൊരു വിശുദ്ധയാണ് വിശുദ്ധ ബ്രിജിറ്റ. അതിനുശേഷം പലസ്തീനയിലെ യാത്ര ഇറങ്ങി തിരിച്ചു വന്നു. പിന്നീട് റോമിലേക്കൊരു യാത്ര ചെയ്യുന്നുണ്ട്. ഈ റോമിലേക്കുള്ള യാത്രയിൽ അവിടെ ചെന്ന് അമ്മയും മകളും കൂടെയാണ് പോകുന്നത്. 2 കാര്യത്തിലാണ് ഇവർ പോകുന്നത്. മകള് പോകുന്നത് അമ്മ സ്ഥാപിച്ച മഠത്തിന് ഔദ്യോഗികമായിട്ട് അംഗീകാരം പോപ്പിൽ നിന്ന് കിട്ടുവാനായിട്ട് പോകുന്നു. ഈ അമ്മ പോകുന്നത് കർത്താവ് പറഞ്ഞില്ലേ വെളിപ്പെടുത്തി തരാമെന്ന്, കർത്താവിന്റെ പീഡാനുഭവം, ആ പീഡാനുഭവം വെളിപ്പെടുത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അമ്മ പോകുന്നത്. അങ്ങനെ പോയി രണ്ടുപേരും 2 കാര്യത്തിനായിട്ട് റോമിലെത്തി പ്രാർത്ഥിക്കുകയാണ്. ഒരു ദിവസം പല മാസങ്ങൾ, ഏകദേശം 1 വർഷത്തോളം അവിടെ താമസിച്ചു. ആദ്യത്തെ പല മാസങ്ങൾ കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച ദിവസം ഈ വിശുദ്ധ ബ്രിജിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുരിശിൽ തറയ്ക്കപ്പെട്ട കർത്താവ് ഒരു വൃന്ദം മാലാഖമാരുടെ കൂടെ അവിടെ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെ ക്ഷതങ്ങളെ ഈ മകൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അന്നാണ് പറഞ്ഞത്, യേശുവിൻ്റെ ശരീരത്തിൽ മൊത്തം 5480 അടികൾ, ക്ഷതങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഈ വിശുദ്ധിക്കാണ് അറിയിക്കപ്പെടുന്നത്. 5480 അടികൾ വിശുദ്ധിക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് 1373 ഏകദേശം 70 വയസ്സുള്ളപ്പോഴത്തേക്ക് ഈ വിശുദ്ധ മരിക്കാനായിട്ട് ഒരുങ്ങുന്നു. നേരത്തെ അറിഞ്ഞു മരണത്തിനുള്ള ഒരുക്കങ്ങളായി. അപ്പോൾ പറഞ്ഞു, എന്നെ ചാക്ക് വസ്ത്രം ഉടുപ്പിക്കണമെന്ന്. അവരെല്ലാവരും എതിർത്തു, ചാക്ക് വസ്ത്രം കൊടുക്കുന്ന മോശമല്ലേ. പക്ഷേ ചാക്ക് വസ്ത്രം ഉടുപ്പിക്കാനായിട്ട് പറഞ്ഞു. വിശുദ്ധയും വിശുദ്ധയുടെ കൂടെയുള്ള എല്ലാ ആൾക്കാരും ചാക്ക് വസ്ത്രം എടുത്ത് മരണത്തിനായിട്ട് ഒരുങ്ങി അന്ത്യകൂദാശ സ്വീകരിച്ച് വളരെ ഭാഗ്യമരണം പ്രാപിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ മുഴുവൻ ഒരു സൗരഭ്യം, ഒരു പരിമളം ആ നാട്ടിൽ, ആ ദേശത്തെങ്ങും ഉണ്ടായി. വിശുദ്ധ മരിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ഈ വിശുദ്ധയുടെ നാമത്തിലുണ്ടായി. ഒത്തിരിയേറെ രോഗികൾ സുഖപ്പെട്ടു, മുടന്തന്മാർ നടന്നു, ചെകിടന്മാർക്ക് കേൾവി കിട്ടി, അന്ധന്മാർ കണ്ടു. അങ്ങനെ നിരന്തരമായ ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടായി. വിശുദ്ധ മരിച്ച് 18ാമത്തെ വർഷം വിശുദ്ധയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. വിധവകളുടെ മധ്യസ്ഥയായിട്ടാണ് വിശുദ്ധ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ 1999 യൂറോപ്പിനെ മുഴുവൻ മധ്യസ്ഥയായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ വിശുദ്ധയെ ഉയർത്തി. വിശുദ്ധിക്ക് ശേഷം, വിശുദ്ധിക്ക് പുറകെ വിശുദ്ധയുടെ മകള് വിശുദ്ധ കാതറിൻ അമ്മയുടെ വഴികൾ പിൻചെന്ന് ഈ ബ്രിജിത്തേൻ അല്ലെങ്കിൽ ദിവ്യരക്ഷക സഭയ്ക്ക് അംഗീകാരം നേടിയെടുക്കുകയും അങ്ങനെ അമ്മയെപ്പോലെ അല്ലെങ്കിൽ അമ്മയേക്കാൾ മികച്ച ഒരു വിശുദ്ധയായിട്ട് മകൾ മാറുകയാണ്.
ഞാൻ പറഞ്ഞത് കുട്ടിക്കാലത്ത് അമ്മായി കൊടുത്ത ഒരു ശീലം ഈ മകളിലേക്കും, ഈ മകൾ കൊടുത്ത ശീലം മകളുടെ മകളായ വിശുദ്ധ കാതറിനിലേക്കും എന്നുകൊണ്ട് ഏറ്റവും നല്ല വിശുദ്ധരെ ഒരു കുടുംബത്തിൽ നിന്നും ഈ തിരുസഭയ്ക്ക് പ്രദാനം ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. നമുക്ക് ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കളെയും വിശുദ്ധരാക്കണമേ എന്ന്. വിശുദ്ധയുടെ മധ്യസ്ഥ നമുക്ക് ഏറ്റെടുക്കാം, പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് യൂറോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, യൂറോപ്പിൽ താമസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാർ, എന്നെ കേൾക്കുന്ന ആൾക്കാർ എല്ലാവരും വിശുദ്ധ ബ്രിജിറ്റിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും വിശുദ്ധ നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടുകയും ഇറങ്ങി വരികയും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ രോഗശാന്തിയും സൗഖ്യങ്ങളും ഉണ്ടാകുകയും ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കും. അപ്പോൾ നമുക്ക് ഈശോയുടെ തിരുമുറിപ്പാടുകളെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ മുറിവിനോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.